കണ്ടാ. അപ്പോൾ അത് ലോക്കായി, പിന്നെ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ നമുക്ക് ട്രിഗർ ഉണ്ടാക്കാൻ വേണ്ടത് ഇങ്ങനത്തെ 2 പീസാണ്. അത് കാഞ്ചിയും ഉള്ളിലത്തെ ലോക്കും. അപ്പോൾ ഇങ്ങനത്തെ 2 പീസ് നിങ്ങൾ വെട്ടിയെടുക്കുക. അപ്പോൾ എന്നിട്ട് ഇത് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാകും. അപ്പോൾ നോക്കി നിങ്ങൾ വെട്ടിയെടുത്തോളൂ. അപ്പോൾ നമുക്കിനി ഇരുമ്പിൽ ഇത് വെച്ച് വരച്ച് ഇരുമ്പ് വെട്ടിയെടുക്കാം, ലോക്കും കാഞ്ചിയും. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ ഇത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു പട്ടര പീസ് ഉണ്ട്. കണ്ട, ഒരു പട്ടര പീസ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെട്ടിയെടുക്കണത് കണ്ട, ഇതിലിങ്ങനെ വെച്ച് കൊടുത്ത് ഇത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയ കഷ്ണം പോകണം, ഇതിലിങ്ങനെ വരും. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഇത് കാണാൻ തോന്നുന്നു ഞാൻ വരച്ചിട്ടുള്ളത് റൂൾപ്പം വെച്ചിട്ട്. ഇത് ഞാനിങ്ങനെ വെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ വരച്ചിട്ടുണ്ട്. കേട്ടാ, ഇതിൽ ഈ പീസ് അപ്പോൾ ഇതിൽ ഞാൻ വെട്ടിയെടുക്കും. ഇതിൽ പിന്നെ വേണ്ടത് കാഞ്ചിയിലെ ഈ പീസ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 1/2 ഇഞ്ചിൻ്റെ പട്ട ഇതിൽ നിന്ന് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്, ഈ പീസിൽ നിന്ന്. അപ്പം ഞാനിവിടെ 1/2 ഇഞ്ച് കണ്ട, അവിടെ മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതിൽ വരച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നേരെ വെട്ടിയെടുക്കും. നേരെ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ വെച്ചിട്ട് കടാ ഇങ്ങനെ വെച്ച് വരയ്ക്കുക. കടാ, ഇതിങ്ങനെ വരച്ച് ഇത് ഇങ്ങോട്ട് മുട്ടിക്കും. ഇതിങ്ങനെ വെച്ച് ഇങ്ങോട്ട് വരയ്ക്കുക. സെൻറ്റർ കട്ടിങ് ഇങ്ങനെ കട്ട് ചെയ്ത് തരും. നന്നായി കാണാവുന്ന എന്തെങ്കിലും കൊണ്ട് മാർക്ക് ചെയ്താൽ മതി നിങ്ങൾ വരയ്ക്കുമ്പോൾ. ഞാനിവിടെ റോൾപ്പം കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് കാണാണ്ട്, വീഡിയോയിൽ എത്രമാത്രം തെളിഞ്ഞ് കാണാണ്ടെന്ന് അറിയില്ല. കണ്ട, എനിക്കിവിടെ കാണാണ്ട് ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ട, അപ്പം ഞാൻ ആദ്യം ഞാൻ ചെയ്യുക, ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. ഈ 1/2 ഇഞ്ച് പീസ് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്നുകൂടി ഇതിൽ വെച്ച് വരച്ച് തെളിയിച്ച് കട്ട് ചെയ്തെടുക്കും. കണ്ട, 1/2 ഇഞ്ചിൻ്റെ ഉള്ളിൽ കണ്ട, ഇത് 1/2 ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇത് ഒതുങ്ങി. കണ്ട, ഓക്കെ. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. കട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആ പീസിന് ആദ്യം തന്നെ അതിൻ്റെ നീളം കട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്. ആദ്യം തന്നെ നീളം കട്ട് ചെയ്യേണ്ടി. നീളം ഒപ്പാക്കട്ടെ, ഒന്നുമില്ലുണ്ട് ചെയ്ത് കൊടുത്താൽ ആ പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടായിട്ട് ഇനി ഈ ഗ്യാപ്പിനുള്ള കട്ട് ചെയ്യാം. പിന്നെ ഈ ഗ്യാപ്പ് വരുന്നില്ലേ, അത് ഓക്കെ. കണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ച് കണ്ട, ഇങ്ങനെ കുറേ പീസുകളാക്കി തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് പൊട്ടിച്ച് കളയാം. കട്ടറൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് വെച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയാനെ പോലെ കളയാന്നുള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് കളയാൻ കട്ടറുള്ളവർക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാന്നുള്ളൂ. ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നത്, അതിൽ കട്ടറൊന്നുമില്ല. കേട്ടോ, അപ്പോൾ ആ പീസിനെ കട്ട് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ആ ഗ്യാപ്പ്, ആ 1/4 ഇഞ്ച് ഗ്യാപ്പ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഉരച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം, അതായത് ഉരച്ച് ഒപ്പാക്കി എടുക്കണം. പിന്നെ ഈ ഭാഗമൊക്കെ ഒന്ന് ഉരച്ച് ഒപ്പാക്കണ്ട് നല്ല ഇതിൽ. ഇത് വെട്ടിരുമ്പ് വെച്ച് വെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഒപ്പാക്കി എടുക്കണം. ഇവിടെയൊക്കെ ഒന്ന് ഉരച്ച് നല്ല രീതിയിൽ എടുക്കണം. കണ്ട, അപ്പോൾ ആ ഗ്യാപ്പ് കിട്ടി, ഒപ്പായി. ഉരച്ച് ഒപ്പാക്കി എടുത്തു. ഈ ഭാഗം ഉരച്ച് ഒപ്പാക്കി. കണ്ട, ഇനി ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പോകണല്ലോ, അതിങ്ങനെ കുറച്ചരച്ച് കളയാം. അപ്പോൾ ഈ പീസ് ഏകദേശം ശരിയായി. ഏകദേശമല്ല, ഈ പീസ് ശരിയായി. എല്ലാ ഭാഗം ഒരേപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇതിലിങ്ങനെ കയറി ലോഡായി കിടക്കുക. ഇനി കാഞ്ചീര വെട്ടിയെടുക്കണം.
അപ്പോൾ ഇതുമ്പോൾ ആദ്യം ഈ അരഞ്ച് പട്ടായിട്ട് വെട്ടിയെടുക്കണം കേട്ടോ. മറ്റേത് മാർക്ക് നേരത്തെ കാണിച്ചെന്നാണ്. മാർക്ക് ചെയ്തല്ല കട്ട് ചെയ്യുന്നത്, ആദ്യം ഈ പട്ടായിട്ട് കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മാർക്ക് ചെയ്ത് വലിക്കുന്ന കാഞ്ചീര അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് ആ അരഞ്ച് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അരഞ്ച് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ടോ. അരഞ്ച് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൽ ആ കാഞ്ചി വരച്ച് അത് കട്ട് ചെയ്തെടുക്കണം കട. അപ്പോൾ അതുമ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാണ്ടാവും കട വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഭാഗം കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്ത് മെല്ലെ മെല്ലെ കുറേശ്ശെ 2 സൈഡ് എടുത്ത് ഉരുട്ടി എന്നെടുക്കണം. ഓക്കെ. അപ്പോൾ അതിനെ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഉരച്ച് എടുക്കണം കേട്ടാ. നമ്മുടെ കാഞ്ചി ഏകദേശം നല്ല രൂപമായി ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. അത് ഉരച്ചെടുത്തു. ഇനി വേണ്ടത് ഇവിടെ ഒരു കട്ടിങ് ഇടണം. ഇപ്പോൾ വേണ്ട ആ കഷ്ണം ആ പീസ് നമ്മൾ വെട്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വരാം കേടാ. ഇങ്ങനെ കിടക്കും. നമ്മളിവിടെ വരിക്കുമ്പോൾ അതിനെ വിട്ടിങ്ങോട്ട് വീഴും ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കായിരിക്കുമ്പോൾ ഇങ്ങനെ വരിക കാഞ്ചി കണ്ടോ. ഇതിങ്ങനെ കയറിയിരിക്കും. ഇങ്ങനെയാണ് ഇരിക്കുക. നമ്മൾ ഇതിവിടെ ഇങ്ങനെ ആക്കുമ്പോൾ ഇതിപ്പുറത്തേക്ക് ആവും, താഴത്തേക്ക് വീഴും, ഇവിടുന്ന് ഇങ്ങനെ പോവും. ഇനി അത് കാണിച്ചു തരാം. അപ്പം ഇനി ഇതിന് വേണ്ടത്, ഇനി ഇതിന് ഹോൾ അടിക്കണം. അതായത് 2 ഹോൾ വേണം. ഇതിൻ്റെ ഈ പീസിൻ്റെ ഇതിലായിട്ട് ഹോൾ ഇടണം കേട്ടോ. ഇവിടെ ഈ പീസിൻ്റെ ഇതിൽ അപ്പോൾ ഇവിടുത്തെ ആ ഹോൾ അടിച്ചു കൊടുക്കാം. ഓക്കെ കേട്ടാ. ഇത് ഹോൾ എടുത്തു കേട്ടോ. അപ്പോൾ ആ പീസും തുളച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ഈ കാഞ്ചിക്ക് ഇതിലായിട്ടൊരു ഹോൾ കൂടി വേണം കേട്ടോ. അതായത് ഇവിടുന്ന് അങ്ങോട്ട് സ്പ്രിങ് വലിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇതിലായിട്ട് വരത്. ഒരു ചെറിയ ഹോളിലൊന്നും ഇട്ട് കൊടുക്കണം. അത് ഇതിൽ സ്പ്രിങ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ആയിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് വലിക്കാൻ ഇതിൽ സ്പ്രിങ് ഇട്ട് അങ്ങോട്ട് വലിച്ച് നിർത്തണം ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തു. ഫ്രണ്ട്സ്, അതിൻ്റെ ഉൾഭാഗത്ത് കാഞ്ചി ലോക്കായി ഇരിക്കും. ഇങ്ങനെ കണ്ട ലോക്കായി ഇരിക്കും. ഇങ്ങനെ കണ്ട ഇത് ലോക്കാം. അപ്പം ഞാൻ അത് വലിക്കണ്ടേ, ഞാൻ കാഞ്ചി വലിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വലിക്കാൻ പോകണ കാഞ്ചി. അപ്പോൾ അതിങ്ങനെ വിട്ടു പോരും കണ്ടാ. ഇങ്ങനെ സിസ്റ്റം ഇങ്ങനെ വീണ് എടുക്കും. ഇത് റിട്ടം പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളിതിൽ കാഞ്ചി വയ്ക്കുമ്പോൾ കണ്ട ഇത് ഇവിടെ ഒന്ന് തട്ടുക. ഒന്ന് തട്ടിയിട്ട് നമ്മൾ തള്ളുമ്പോൾ കയറി കിടക്കും കണ്ടാ. കയറി കിടന്നു. ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന സിസ്റ്റം. പിന്നെ അതിങ്ങനെ പുറത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ കണ്ടാ. ഇപ്പോൾ ലോക്കായി. പിന്നെ ഇതിവിടെ കാഞ്ചി വലിക്കുമ്പോൾ കണ്ടാ വിട്ടു പോരും. ഇതിവിടെ പോയിട്ട് കിടക്കും. കഴിഞ്ഞ് ഇവിടെ നമ്മളതിൽ വെച്ചിട്ട് നന്നായി തള്ളുമ്പോൾ അതിൽ കയറി കിടക്കും കണ്ടാ. ലോക്കായി. ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും നോക്കിയാൽ. ഇപ്പം ഞാൻ ഇവിടെ വെച്ച ഹോളിൽ ഇവിടെ ഒരു സ്ക്രൂ ഇവിടെ ആണി വെച്ച് കൊടുത്തെങ്കിൽ ഇതിൽ സ്ക്രൂ വെച്ച് കൊടുക്കുക. സ്ക്രൂ അല്ല, 8 ബോൾട്ട് അല്ലെങ്കിൽ റിവീറ്റ് അടിച്ച് കൊടുക്കുക. ഇതിൽ വയ്ക്കുമ്പോൾ കവറിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ കണ്ടാ ഇവിടെയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലൊരു ഹോള് ഇവിടെ ഈ ചെറിയ ഹോൾ ഇട്ടത് സ്പ്രിങ്ങിന്. ഞാൻ അപ്പോൾ ഇവിടെ തൽക്കാലം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ച് നിർത്തണം കണ്ടാ.
പിന്നെ ഇവിടെ കവറിൻ്റെ ഭാഗം വരുള്ളൂ, മോൾ ഭാഗം ഇങ്ങനെ മടങ്ങി വരുന്ന ഭാഗം. അപ്പോൾ ഇതാണ് സിസ്റ്റം. ഇപ്പോൾ ലോക്കായി. ഇപ്പോൾ നമ്മളിത് വലിച്ചു കഴിഞ്ഞാൽ ഇത് വിട്ടു പോകുന്നു. കേട്ടോ, ഇതിങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഇവിടെ വന്ന് കിടക്കും. കേട്ടോ, ഇവിടെ ഈ റബ്ബറിൻ്റെ ഇതിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആരോ കണ്ട ഇവിടുന്ന് ഇതിൽ കൊടുന്ന് തള്ളിയിട്ട് തള്ളുമ്പോൾ കയറിയിൽ ലോക്കായി കിടക്കും. കണ്ട, ലോക്കായി. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ വർക്കിങ്. വലിച്ചു വിട്ടു പോന്നു. ഇതിവിടെ വന്ന് കിടക്കും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും ഇവിടെ കൊടുന്ന് കണ്ട ഇവിടെ കൊടുന്ന് തട്ടിയിട്ട് തള്ളുമ്പോൾ കയറി ലോക്കായി കിടക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വരിക. അപ്പോൾ ഇത് വെട്ടണതും അതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ. ഇനി കവറിൻ്റെ, അതായത് കവർ മടക്കി നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ട് ഹോളടിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വർക്കിംഗ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തായിട്ടുണ്ട്, വളരെ ലെങ്ത്തായി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കവറിൻ്റെ ഉള്ളിൽ ഇടുന്നത് കാണിക്കാം, അതല്ലേ നല്ലത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ഇത് ഈ വീഡിയോ തന്നെ ഭയങ്കര ലെങ്ത്തായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സിസ്റ്റം, ഇതാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഒരുപാട് കൂടി കാണിച്ചു തരാം. ഇവിടെ അമർത്തുമ്പോൾ ഇത് ഏരോ ഇങ്ങോട്ട് വിട്ടു പോരുന്നു. ഇതിവിടെ ഒന്ന് ലോഡായി ഇങ്ങനെ കിടക്കും. പിന്നെ വീണ്ടും ഏറെ നമ്മൾ ഇതിൽ വെച്ചിട്ട് കണ്ട ഇതെന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കവറിന് ഈ കവർ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഇങ്ങോട്ട് മടങ്ങിയിട്ട് കവർ ഉണ്ടാവുമല്ലോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക, കവറിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഇതിവിടെ വന്നിട്ട് ഈ ബാക്കിൽ ഇവിടെ വന്ന് തട്ടും. കണ്ട, ഇവിടെ വന്ന് തട്ടിയിട്ട് നമ്മൾ തള്ളുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കും. കണ്ട, അപ്പോൾ അത് ലോക്കായി, പിന്നെ ഇങ്ങോട്ട് വരില്ല. ഇതിവിടെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് താഴേക്ക് വീണു, ഇതിങ്ങോട്ട് വീഴും, ഇതിങ്ങനെ പോണു. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ പറയാറില്ല, പക്ഷേ ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി പറയണം നിങ്ങളുടെ അടുത്ത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ചിനെ പറ്റിയിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ, ഇതിനെപ്പറ്റി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.